നാടാകെ വയനാടിനായി കൈകോർക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന തിരക്കിലാണ് സാധാരണക്കാർ. ഒരു പോസ്റ്റിന് പിന്നാലെ കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് അവശ്യ വസ്തുക്കളുമായി ആളുകൾ ഒഴുകിയെത്തുകയാണ്. നിരവധി ട്രക്കുകളാണ് ഇവിടെ നിന്ന് സാധനങ്ങളുമായി വയനാട്ടിലേക്ക് ഇതിനോടകം പോയത്. വയനാട് നടന്ന ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കേരളം. അതേസമയം ഇവിടെ ഒരു കൂട്ടം മനുഷ്യർ കൈകോർത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഓഫീസിലാണ്. ഇവിടെ ഈ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ വസ്തുക്കൾ പാക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വാട്സാപ്പിലൂടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ച് ആവശ്യത്തിലധികം സാധനങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ആളുകളൊക്കെ തന്നെ ഈ ഒരു സഹായത്തിനായി കൈകോർത്തിരിക്കുന്നു. നേരത്തെ പ്രളയത്തിന്റെ സമയത്താണ് ഇത്തരത്തിൽ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ എല്ലാവരും ഒത്തുചേർന്ന് സഹായം എത്തിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പല ഭാഗങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമാനമായി ഇവിടെ നിന്നും ഇത് പാക്ക് ചെയ്ത് നേരെ പുറത്ത് കാണുന്ന വലിയ ട്രക്കിൽ നിറച്ചാണ് ഇത് കൊണ്ടുപോകുന്നത്. നമുക്ക് ആ ട്രക്ക് തന്നെ കണ്ടാൽ അറിയാൻ സാധിക്കും. ഒരുപാട് സാധനങ്ങൾ ഈ ഒരു ട്രക്കിൽ നിറച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ ട്രക്കല്ല, ഇതിന് മുന്നേ രണ്ട് മൂന്ന് ട്രക്ക് ഇത്തരത്തിൽ സാധനങ്ങളുമായി അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു ട്രക്ക് സാധനങ്ങൾ നിറയ്ക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ വലിയ സഹായങ്ങൾ അങ്ങോട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച. ഒരു ആവശ്യം മാത്രം ഉന്നയിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ട് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് സഹായങ്ങൾ വലിയ റെസ്പോൺസ് ആണ്. ഇന്നലെ ഒരു 4 മണിക്കാണ് കളക്ടർ പോസ്റ്റ് ഇട്ടത്. ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ ശരിക്കും നമുക്ക് 4 വണ്ടി നിറയെയുള്ള സാധനങ്ങൾ വന്നു. നമ്മൾ രാത്രി ഒരു താങ്ക്സ് പോസ്റ്റ് ഇട്ടു. എന്ന് വെച്ചാൽ നമുക്ക് അധികം സാധനങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ബുദ്ധിമുട്ടാവുമോ എന്നുള്ളായിരുന്നു നമ്മുടെ പ്രയാസം. എന്ന് വെച്ചാൽ വയനാട്ടിൽ അതിൻ്റെ സെറ്റപ്പ് അവർ റെസ്ക്യൂലായിരുന്നല്ലോ ഫോക്കസ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇന്ന് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് അരി, ആട്ട, അങ്ങനെയുള്ള നമ്മൾ കിറ്റായിട്ട് കൊടുക്കാവുന്ന സാധനങ്ങൾ കൊടുക്കാം. അതേപോലെ ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ അതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെള്ളവും കൊടുക്കുന്നുണ്ട്. വെള്ളം നമുക്കിപ്പോൾ ആവശ്യത്തിലധികം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വെള്ളം ആവശ്യമില്ല എന്നുള്ളത്. പിന്നെ വസ്ത്രങ്ങളും കളക്ട് ചെയ്യുന്നുണ്ട്. വസ്ത്രങ്ങൾ പുതിയതാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊടുത്തോ. എത്രാമത്തെ ട്രക്കാണ് ഈ പോകുന്നത്? ഇതിപ്പോൾ നമ്മുടെ ഏഴാമത്തെ ട്രിപ്പാണ്. നമ്മൾ രാവിലെ ഒരു ട്രക്ക് നമ്മൾ എയർ ഡ്രോപ്പിങ്ങിന് വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് കൊടുത്തിരുന്നു. അത് 3 എയറോപ്ലെയിനുകളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് ഇത് തുടർന്ന് പോവുകയാണോ? അല്ല, തുടർന്ന് പോകാന്ന് വെച്ചാൽ നമ്മൾ വയനാട് കളക്ടറേറ്റ് എന്നുള്ള അല്ലെങ്കിൽ വയനാട് കളക്ടറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഡിസ്ട്രിക്ട് കളക്ടറെ അറിയിക്കുകയാണ്. അതനുസരിച്ചാണ് കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ചിട്ട് നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോഴേക്കും മണിക്കൂറുകൾക്കകം ഇവിടെ ട്രക്കുകൾ നിറയുന്ന ഒരവസ്ഥയാണ്. വയനാട്ടിൽ നമ്മൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് കണ്ടതാണ്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകൾ അവർക്ക് ആകുന്ന തരത്തിലുള്ള സഹായങ്ങൾ എത്തിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എനിക്ക് പിറകിൽ ഈ കാണുന്ന ഇത് 4ാമത്തെ ട്രക്കാണ് ഇങ്ങനെ സാധനങ്ങളുമായി ഇവിടെ നിന്നും പോകുന്നത്. അതുപോലെ തന്നെ വീണ്ടും കുറേ ട്രക്കുകൾ സാധനങ്ങളുമായി പോകും. അങ്ങനെ മനുഷ്യർ കൈകോർക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് ഈ ഒരു ദുരന്ത സമയത്ത് കാണാൻ സാധിക്കുന്നത്. ക്യാമറാമാൻ നിതിൻ ഗോപിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.